ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ എടുക്കുന്ന ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് ആൻഡ് എക്സസൈസ് 7.3. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ നമുക്ക് എവിടെ വരെ പോവാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വാട്ട് കൈൻഡ് ഓഫ് ഫങ്ഷൻസ് നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിനു മുമ്പ് +1 അല്ലെങ്കിൽ 11th സ്റ്റാൻഡേർഡിന്റെ ചില ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് ബേസിക് ആയിട്ടുള്ളത് നമുക്ക് ഓർത്തിരിക്കണം. അപ്പൊ അതിന് ഞാൻ അതൊന്ന് റിവൈസ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ കുറച്ച് ട്രിഗ്നോമെട്രിക് ഫോർമുലാസ്, ബേസിക് ട്രിഗ്നോമെട്രിക് ഫോർമുലാസ് നമുക്കറിയാം, കൺവേർഷൻ ഫോർമുലാസ്. ഓക്കെ, അപ്പൊ അതിലെ ഓരോന്നും ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി പോവാം, നിങ്ങൾ നോട്ട് ചെയ്ത് ഒന്ന് അറിയാമെങ്കിൽ പറയുക. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ, ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഇന്റഗ്രാൻഡ് വരുവാണെങ്കിൽ, ഇന്റഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫംഗ്ഷൻ വിച്ച് ഈസ് ടു ബി ഇന്റഗ്രേറ്റഡ് ഈസ് കോൾഡ് ആൻ ഇന്റഗ്രാൻഡ്. ഓക്കെ, അപ്പൊ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഇന്റഗ്രേറ്റ്. അപ്പൊ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. ദിസ് ഈസ് 1 മൈനസ് കോസ് ടു എക്സ് ബൈ 2 അല്ലെ. നമുക്ക് കോസ് ടു എക്സിന്റെ ഫോർമുല അറിയാമല്ലോ, അത് വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു ഫോർമുലയാണ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സെക്കൻഡ് ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കോസ് സ്ക്വയർ എക്സിന്റെ ആണ്. കോസ് സ്ക്വയർ എക്സിന്റെ ഫോർമുല കോസ് സ്ക്വയർ എക്സ് പോലെ വല്ലതും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കൺവേർട്ട് ചെയ്യേണ്ടത് 1 പ്ലസ് കോസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 2 ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് പ്രോട്ടോകോൾസ് പറഞ്ഞു പോവാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, തേർഡ് വൺ എന്താണ്? തേർഡ് വൺ നമുക്ക് സൈൻ ക്യൂബ് എക്സ്. ഓക്കെ, സൈൻ ക്യൂബ് എക്സ് വന്നു കഴിഞ്ഞാൽ, സൈൻ റേസ് ടു 3x വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കേണ്ടത് 3 സൈൻ എക്സ്. സൈൻ 3 തീറ്റയുടെ ഫോർമുല ഉണ്ടല്ലോ, അതിന്റെ ഒരു റീഅറേഞ്ച്മെന്റ് ഫോം ആണിത്. ഓക്കെ, സൈൻ 3x മൈനസ് 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അല്ലെങ്കിൽ 1/4 ഇൻറ്റു സൈൻ 3x മൈനസ് സൈൻ 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x എന്നുള്ള രീതിയിൽ എഴുതി വിടുക. ഓക്കെ, പിന്നെ ഫോർത്ത് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി എടുക്കാം, അതും കോസ് ക്യൂബിന്റെ ആണ്. ശരിക്കും കോസ് 3 തീറ്റയുടെ ഫോർമുല റീഅറേഞ്ച് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയാണ് ഇതും. ഓക്കെ, ഇത് കോസ് റേസ് ടു 3x, അതിനെ നമ്മൾ എഴുതുന്നത് 3 കോസ് എക്സ് പ്ലസ് കോസ് 3x ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇതാണ് ഫോർമുല. കാരണം എന്താ, ഈ രണ്ട് ഫോർമുലാസ് നമുക്കറിയോ. സൈൻ 3 തീറ്റയുടെ ഫോർമുല അറിയോ? സൈൻ 3 തീറ്റ എന്തായിരുന്നു ഫോർമുല, പറയാൻ പറ്റുമോ? സൈൻ 3 തീറ്റ എന്തായിരുന്നു ഫോർമുല? 3 സൈൻ തീറ്റ മൈനസ് 4 കോസ് ക്യൂബ് തീറ്റ 4 സൈൻ ക്യൂബ് തീറ്റ 3 4 3 ഓർമ്മയുണ്ടോ? 3 4 3. അതുപോലെ തന്നെ കോസ് 3 തീറ്റയുടെ ഫോർമുല നമുക്കറിയാം, എന്താണത്? 4 3 3. 4 കോസ് ക്യൂബ് അല്ല 4 കോസ് തീറ്റ മൈനസ് 3 സൈൻ 3 കോസ് തീറ്റ. കോസിന്റെ അതിനകത്ത് കോസ് മാത്രമേ ഉള്ളൂ, സൈനിന്റെ അതിനകത്ത് സൈൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനെ പറയുന്നത് 4 3 3 ആണ്. ഓക്കെ, ഷോർട്ട് ആയിട്ട് ഓർത്ത് വെക്കുന്നത് 4 3 3. ഹയസ്റ്റ് പവർ എപ്പോഴും 3 ആയിരിക്കും, അതിൽ കൂടുതൽ വരത്തില്ല. കോസിന്റെ ഫംഗ്ഷനകത്ത്, കോസിന്റെ ഫോർമുലക്കകത്ത് കോസ് മൈനസ് കോസ് ആയിട്ട് വരും, സൈനിന്റെ ഫോർമുലക്കകത്ത് സൈൻ മൈനസ് സൈൻ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് +1 അല്ലെ. ഇത് 4 എണ്ണം, ഇത് 4 ബേസിക് ആയിട്ടുള്ള. ഇനിയും എവിടെയെങ്കിലും ഇത് നമ്മൾ ചെയ്തു നോക്കിയതാന്ന് തോന്നുന്നു, സൈനിന്റെ ടാനിന്റെയും കോട്ടിന്റെയും നമ്മൾ ചെയ്തു നോക്കിയിട്ടുള്ളതാ അല്ലെ. ഫിഫ്ത്ത് ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഫിഫ്ത്തിന്റെ നമ്മൾ എവിടെയെങ്കിലും ടാൻ സ്ക്വയർ വരുവാണെങ്കിൽ അല്ലെ, ടാൻ സ്ക്വയർ എക്സ് വരുവാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? ഇന്നലത്തെ ഒരു പ്രോബ്ലത്തിനകത്ത് ഇത് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഉണ്ടായിരുന്നു. സീക് സ്ക്വയർ എക്സ് മൈനസ് 1 അല്ലെ. ടാൻ സ്ക്വയർ എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് 6 സ്ക്വയർ എക്സ് മൈനസ് 1. ആൻഡ് സിക്സ്ത് ഫോർമുല എന്താണ്? സിക്സ്ത് ഫോർമുല മുകളിൽ എഴുതാം. സിക്സ്ത് ഫോർമുല നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോട്ട് സ്ക്വയർ ആണ് അല്ലെ.
കോട്ടിന്റെ രീതിയിൽ വല്ലതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാനിന്റെ സീക് സ്ക്വയർ മൈനസ് 1 ആയിരുന്നു, മറ്റേതോ കൊസീക് സ്ക്വയർ മൈനസ് 1. ഓക്കെ, കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1. ഈ ഫോർമുലാസ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ വല്ലതും ഇന്റഗ്രാൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വല്ലതും സൈൻ സ്ക്വയറോ കോസ് സ്ക്വയറോ സൈൻ ക്യൂബോ കോസ് ക്യൂബോ ടാൻ സ്ക്വയർ അല്ലെങ്കിൽ കോട്ട് സ്ക്വയർ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഈ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് വേണം സിംപ്ലിഫൈ ചെയ്തിട്ട് പിന്നെ ഇന്റിഗ്രേഷൻ ചെയ്യാൻ. അതാവുമ്പോൾ ഇതിനെ വേണമെങ്കിൽ 1/2 മൈനസ് 1/2 കോസ് 2x എന്നൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ പിന്നെ ഇന്റിഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, കാരണം അല്ലെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ റേസ് ടു 3/3 എന്നുള്ള രീതിയിലൊക്കെ വരും. അത് നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, പവേഴ്സ് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ അതിനെ പവേഴ്സ് ഡിക്രീസ് ചെയ്ത് സിമ്പിൾ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, ഇനിയും കുറച്ചും കൂടെ ഫോർമുലാസ് ഉണ്ട്. അത് നമ്മുടെ സബ് മൾട്ടിപ്പിൾസും മൾട്ടിപ്പിൾസിന്റെയും ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ ആ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഫോർമുലാസ് പറയാം. അതിന്റെ ഫസ്റ്റ് ഫോർമുല. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ഫോർമുലയാണ് നമുക്ക് 2 sin A sin B. ഇതിന്റെ ഫോർമുല എന്താണ്? ഇത് 2SS ആണ് അല്ലെ, -2SS എന്നുള്ള ഫോർമുലയാണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഇതിനെ നമ്മൾ എടുക്കുന്നത് കോസ് ഓഫ് A മൈനസ് ബി മൈനസ് കോസ് ഓഫ് A പ്ലസ് ബി. ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറഞ്ഞാൽ കോസ് A 2 കോസ് A കോസ് ബി, 2 കോസ് A കോസ് ബി. ഇതെന്താണ്? 2cc. ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് ഓർത്ത് വെക്കുന്നത് 2cc എന്നാണ്. 2cc എന്താണ്? ദിസ് ഈസ് കോസ് ഓഫ് A മൈനസ് ബി പ്ലസ് അത് കുഴപ്പമില്ല, കാരണം അഡീഷൻ ആയതുകൊണ്ട് ഫ്രണ്ടിൽ എഴുതുവോ ബാക്കിൽ എഴുതുവോ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കോസിന്റെ എല്ലാം എപ്പോഴും A മൈനസ് ബി ഫ്രണ്ടിൽ വെക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി രണ്ടിന്റെയും കൂടെ ഒരുമിച്ച് ഒരേ ടൈപ്പിൽ കൊടുക്കുന്നത് മാത്രം. തേർഡ് വൺ. ഓക്കെ, തേർഡ് ഫോർമുല എന്താണ്? സൈനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. 2 സൈൻ കോമ്പിനേഷൻസ് ആണ് അല്ലെ. 2 സൈൻ കോസ്, 2 സൈൻ A കോസ് B, 2 സൈൻ A കോസ് B എന്താണ്? 2SC. ടു സൈൻ A കോസ് B will be equal to സൈൻ A plus B plus സൈൻ A minus B. അതുപോലെ തന്നെ നാലാമത്തെ ഫോർമുല 2 കോസ് A സൈൻ B. അതെന്തായിരിക്കും? അതായിരിക്കും സൈൻ ഓഫ് A പ്ലസ് B മൈനസ് സൈൻ ഓഫ് A മൈനസ് B. ഓക്കെ, അപ്പൊ ഞാൻ മുമ്പേ എടുത്ത സെറ്റ് ഓഫ് ഫോർമുലാസ് ഇത് 6 എണ്ണം, പിന്നെ ഇവിടെ എടുത്ത ഈ 4 എണ്ണം, ടോട്ടൽ 10 ഫോർമുലാസും ഉണ്ട്. ഇത് 11th ഫോർമുലാസ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാൻ സിമ്പിൾ ആവും. ഓക്കെ, എളുപ്പമുണ്ടായിരിക്കും. വിത്ത് എക്സസൈസ് 7.3 we shall start exercise 7.3. ഇത് എക്സസൈസ് 7.3 ആണ്. ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിക് ഫോർമുലാസ്. ഈ എക്സസൈസിന്റെ ഉദ്ദേശമാണ് ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗ്നോമെട്രിക് ഫോർമുലാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സസൈസ് 7.3 ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എന്താണ്? സൈൻ സ്ക്വയർ ഓഫ് 2x plus 5 ആണ് അല്ലെ. സൈൻ സ്ക്വയർ 2x plus 5 ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഇന്റഗ്രാൻഡ് സൈൻ സ്ക്വയർ 2x plus 5 ആണ് അല്ലെ. ഇപ്പൊ ഡിവിഷനകത്ത് എന്തിനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയത്തില്ലേ, അതുപോലെ എന്തിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനെ ഇന്റഗ്രാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ ഇത് നമുക്ക് i ആയിട്ട് എടുക്കാം. ഫസ്റ്റ് വൺ i ആയിട്ട് എടുക്കാം. അപ്പൊ ഇനി ഇതിനെ എങ്ങനെ ചെയ്യണം? സൈൻ സ്ക്വയർ തീറ്റ ഞാൻ കുറച്ച് മുമ്പ് ഒരു ഫോർമുല ലിസ്റ്റ് തന്നു, എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് നോക്കി ഒന്ന് പറഞ്ഞു. ഞാൻ ഫോർമുല ഇവിടെ എഴുതാം. നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? Sin square 1 minus cos 2 sin square theta will be equal to sin square theta equal to 1 minus cos 2 theta divided by 2. 1 minus cos 2 okay, 1 minus cos 2 theta divided by 2. Okay, this angle half, angle double,
അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഫോർമുലയാണ്. ഓക്കെ ഓക്കെ, ഇനി ഇതിനെ കണ്ടിന്യൂ ചെയ്യാം. ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്? എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് ഇതിനെ എങ്ങനെ മാറ്റും? 1 മൈനസ് ഇവിടെ തീറ്റ എന്താണ്? 2x ഇവിടെ plus theta is equal to 2x plus 5. Okay, so I will write it like that. I will be writing it like that. Theta equal to 2x plus 5. അതോ ആദ്യം ഞാൻ അസ്യൂം ചെയ്തേക്കട്ടെ വേണമെങ്കിൽ? എങ്ങനെ വേണേൽ ചെയ്യാം നമുക്ക്. theta can be assumed. പക്ഷെ ആദ്യം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. This is 1 minus cos of 2 into 2x plus 5 divided by whole divided by 2. Okay, whole divided by 2 ആണ്. അപ്പൊ അതിനെ ഞാൻ ഇങ്ങനെ കൊടുക്കട്ടെ into dx. ഓക്കെ, അപ്പൊ വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ, അല്ലെ കൺഫ്യൂഷൻ വരണ്ട. into dx. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആവുമ്പോ ഇനി എന്ത് ചെയ്യും? ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇന്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/2 dx, അല്ലെങ്കിൽ 1/2 ആദ്യം എഴുതാം. 1/2 into integral of 1 dx minus again 1/2 into integral of a cos of 2 into 2 is 4x plus 5 into 2 is 6. Sorry, that 10. 10. Okay, into dx. ഇനി ഇതിന്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ നിങ്ങൾക്ക് ഒന്നിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ബേസിക് ടെക്നിക്കാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് 1/2 ആസ് ഇറ്റ് ഈസ് ആണ് അല്ലെ. ഇന്റഗ്രൽ ഓഫ് 1 dx എന്താണ്? x. ഓക്കെ, മൈനസ് 1/2 ആസ് ഇറ്റ് ഈസ് ആണ്. ഇന്റഗ്രൽ ഓഫ് cos എന്താണ്? ഇന്റഗ്രൽ ഓഫ് cos എന്താണ്? സൈൻ അല്ലേ? ഇന്റഗ്രൽ ഓഫ് cos എന്താണ്? സൈൻ അല്ലെ. ഇന്റഗ്രൽ ഓഫ് cos സൈൻ ആണ് അല്ലെ. സൈൻ ഓഫ് വാട്ട് എവർ ഇറ്റ് ഈസ്, സൈൻ ഓഫ് 4x plus 10. പിന്നെ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x, ഡിവൈഡഡ് ബൈ ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തേനകത്ത്. അപ്പൊ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഓക്കെ, പ്ലസ് c. ഇവിടെ നമ്മുടെ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി സിംപ്ലിഫിക്കേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. and that is equal to 1/x/2. can I write it as x/2 minus, it is 4 2s are 8, so it is 1/8 into sine of 4x plus 10 plus c. so this is your answer. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആരാ ക്ലാസ് വിട്ടു പോയത്? divided by 4. ഹലോ, divided by 4 ആണ്. divided by coefficient of x. 4 ആണ്. 4 divided by coefficient of x. അത് തന്നെ സംശയം ചോദിക്കുന്നതിന് കുഴപ്പമില്ല. അതാണ്ട് അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ ഓഫ് cos of 4x plus 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? into dx നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇന്നലെ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ച മെത്തേഡ് എന്താണത്? let 4x plus 10 equal to t അല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 4 plus 4 is equal 4 into dx is equal to dt. അപ്പൊ dx will be equal to 1/4 dt അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഈ 1/4 ഇവിടെ വരുന്നത്. dt അത് sin t എന്നായി പോത്തില്ലേ? പിന്നെ t റീപ്ലേസ് ചെയ്യുമ്പോ വീണ്ടും ഇത് തന്നെ വരും. ഇത് നോക്കിയാ മതി. ഓക്കെ, ഇന്നലെ പഠിപ്പിച്ച മെത്തേഡ് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ യു വിൽ ഗെറ്റ് ദ സെയിം തിങ്. ഓക്കെ, അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന്റെ ഒരു ഫൈനൽ ഔട്ട്കം ആണ് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കുറെ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങ് സോൾവ് ചെയ്യും. സോ ഇപ്പൊ ഇനി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പോളിനോമിയൽ ഫംഗ്ഷൻസിനകത്ത് ഡിവൈഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് അങ്ങ് എടുത്താൽ മതി.
ലീനിയർ പോളിനോമിയൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇതിന്റെ ആവശ്യം നമുക്ക് ഇപ്പൊ ഇവിടെ ഇല്ല. അല്ലാതെ നമുക്ക് ഇത്ര റെഡ് പോർഷൻസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ലെറ്റ് us look into the next problem. അവിടെയും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഓരോ 5-6 സ്റ്റെപ്സ് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോളും. ക്വസ്റ്റ്യൻ നമ്പർ 4. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് എന്താണ് പറയുന്നത്? ഐ എന്ന് പറയുന്ന ഇന്റഗ്രൽ എടുക്കാം, ഇന്റഗ്രാൻഡ് എടുക്കാം, സൈൻ 3x ഇൻറ്റു കോസ് ഓഫ് 4x ഇൻറ്റു dx. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇതാണ് എസ് സൈൻ എ. എന്തായിരുന്നു ഫോർമുല? സൈൻ എ ഇൻറ്റു കോസ് ബി അല്ലേ? പക്ഷെ ഒരു 2 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. എന്നാൽ നമ്മുടെ ആ ഫോർമുല കിട്ടും അല്ലെ? 2 ഇല്ല, എന്നാൽ ഇട്ടേക്കാം, നമുക്ക് 2 ഇട്ടേക്കാം. ഒരു 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 അകത്ത് കൊടുക്കാം. ദാറ്റ് ഈസ് സൈൻ 3x. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഫ്രണ്ടിൽ എടുക്കുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ എനിക്ക് ഈ ഫോർമുല എടുക്കാൻ പറ്റത്തില്ല, ഫ്രണ്ടിൽ പോസിറ്റീവ് അല്ല, ഫ്രണ്ടിൽ എടുക്കുന്നത് വലുതായിരിക്കണം. എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബി. ആ രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 2 cos 4x ഇൻറ്റു സൈൻ 3x എന്നായിരിക്കും. ഓക്കെ, ഇൻറ്റു dx. മനസ്സിലാവുന്നുണ്ടോ? 2 ഇൻറ്റു കോസ് എ പ്ലസ് ഇൻറ്റു കോസ് ബി സൈൻ ബി എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഫോർമുല ഏതായിരിക്കും വരുന്നത്? ഫോർമുല ഇതാണ്. ദിസ് ഈസ് 2 കോസ് എ ഇൻറ്റു സൈൻ ബി. ഫോർമുല എന്തായിരുന്നു പറഞ്ഞത്? 2 cos 2 cs, കോസ് പ്ലസ് കോസ് അല്ലേ? അതോ സൈൻ മൈനസ് സൈൻ ആണോ? എന്തായിരുന്നു ഫോർമുല? സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി, അതായിരിക്കും ഫോർമുല. ഓക്കെ, സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി. ഓക്കെ, എസ് മൈനസ് എസ് 2cs. ഇത് നമ്മൾ ഓർത്ത് വെക്കുന്നത് എസ് മൈനസ് എസ് ഇസ് ഈക്വൽ ടു 2cs എന്നുള്ള രീതിയിലാണ് ഓർത്ത് വെക്കുന്നത്. എസ് മൈനസ് എസ് ഈക്വൽ ടു 2cs. അപ്പൊ ഇനി ഇതിനെ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് മാറ്റിയെടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇത് 1/2 അവിടെ കിടപ്പുണ്ട്. ഇത് മൊത്തത്തില് ഈ ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, 2cs, അതിനകത്ത് ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇന്റഗ്രൽ ഓഫ്, ആദ്യം ഇതിനെ മാറ്റാം. എങ്ങനെയാ മാറ്റുന്നത്? സൈൻ ഓഫ് 4x പ്ലസ് 3x മൈനസ് സൈൻ ഓഫ് 4x മൈനസ് 3x ഹോൾ dx. ഓക്കെ, അപ്പൊ വീണ്ടും 1/2 ഇന്റഗ്രൽ ഓഫ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. ബ്രാക്കറ്റ് ഇവിടെ കിടക്കട്ടെ, ഇന്റഗ്രൽ അകത്തോട്ട് പോട്ടെ. സൈൻ ഈ 4x പ്ലസ് 3x എത്രയാണ്? 7x dx മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ 4x മൈനസ് 3x അത് സൈൻ x ആണ് ഇൻറ്റു dx. ഓക്കെ, ബ്രാക്കറ്റ് കംപ്ലീറ്റ്. കാരണം ഈ 1/2 രണ്ടിനും ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ 7x. സൈൻ 7x എന്താണ്? സൈൻ ഓഫ് സൈൻ തീറ്റ. വാട്ട് ഈസ് സൈൻ തീറ്റ? ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ cos 7x. ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ അല്ല സൈൻ x dx എഴുതണമല്ലോ. സൈൻ x dx ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സൈൻ x എന്താണ്? cos x പ്ലസ് c. cos x പ്ലസ് c. അപ്പൊ നമുക്ക് അതവിടെ എടുക്കാം. അപ്പൊ ഇത് this becomes cos of, please listen, 7x divided by coefficient of x. ശ്രദ്ധിക്കുക, 7x divided by coefficient of x. ഓക്കെ, പ്ലസ് ഒരു c 1 മൈനസ് ഇന്റഗ്രൽ ഓഫ് സൈൻ എന്താണ്? അത് വീണ്ടും അത് തന്നെയാണ്, പ്ലസ് cos of x divided by 1. അത് cos of x ആയിട്ട് തന്നെ എടുക്കാം, പ്ലസ് c. ഓക്കെ, so the final answer becomes, എന്തായിരിക്കും ഫൈനൽ ആൻസർ? ഫൈനൽ ആൻസർ becomes this is equal to എന്താണ്? ഇങ്ങനെ തന്നെ എഴുതാൻ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എഴുതാം
cos of 7x divided by 14 minus cos of x divided by 2 plus c. This is your final integration solution. Okay, ശരിയാണോ? ഓക്കെ. ഫോർമുല ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത്. sin x. What is integral of sin x? cos x. ഒന്ന് നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കോ എടുത്ത് നോക്കിയേ. ഇതുവരെ ആരും പറഞ്ഞില്ല that what I am writing is right or wrong. cos x അല്ലേ? നോട്ട്ബുക്ക് എടുത്ത് ചെക്ക് ചെയ്യേ. മൈനസ് cos x ആണോ? അത് ആണോ? നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ടെക്സ്റ്റ് ബുക്ക് എടുക്കോ നോട്ട്ബുക്ക് എടുക്കോ ചെയ്യേ. ആണ് സാർ, മൈനസ് cos x ആ. അപ്പൊ വരുന്ന വ്യത്യാസം എന്തുമായിരിക്കും വ്യത്യാസം വരുന്നേ? ഇവിടെ ഒരു മൈനസ് വരും. ഇവിടെ മൈനസ് വരുമ്പോൾ വരുന്ന വ്യത്യാസം ഇവിടെ ഒരു മൈനസ് വരും, ഇവിടെ ഒരു പ്ലസ് വരും. അപ്പൊ ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. മനസ്സിലാവുന്നുണ്ടോ? Be careful. Okay. Next question എടുക്കാം. Next question എന്താണ്? അതും ഇതുപോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള രീതിയിൽ വരും. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. തേർഡ് ക്വസ്റ്റ്യൻ എന്താണത്? I will be equal to I ആയിട്ട് എടുക്കാം. ഇന്റഗ്രൽ ഓഫ് എന്താ തന്നിരിക്കുന്നത്? cos 2x ഉണ്ട്, പിന്നെ ഇൻറ്റു cos 4x ഉണ്ട്, പിന്നെ ഇൻറ്റു cos 6x ഉണ്ട്. cos of 6x into dx. ഓക്കെ, അപ്പൊ ഇത് മൂന്നെണ്ണം ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ രണ്ടെണ്ണം വീതം എടുക്കാം. ഓക്കെ, we will take 2 at a time and use the formula of 2cc. ഓക്കെ, അപ്പൊ 2cc എന്ന് വരുന്ന ഫോർമുല ഏതാണ്? 2 cos a cos b. 2 cos a cos b. What is the formula? Formula ആണ് cos of a minus b. ഇപ്പൊ എഴുതിപ്പിച്ചതേ ഉള്ളൂ. Plus cos a plus cos a plus b. അല്ലേ? cos of a 2 cos a cos b equal to cos of a minus b plus cos of a plus b. അപ്പൊ ഇനി എങ്ങനെ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്? ആദ്യം ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക, അതിന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എടുക്കാം ഇങ്ങനെ 1/2 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ഇന്റഗ്രൽ ഓഫ് ഇതിന്റെ കൂടെ 2 കൊടുക്കാം. 2 into cos 2x into cos 4x. ഓക്കെ, ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഡിവൈഡ് ചെയ്തു. 4x അല്ലേ എടുക്കണ്ടേ? cos 4x into 2x അല്ലേ? വലിയ നമ്പറിൽ എടുക്കണ്ടേ? അതെ 4x into 2x എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം, കുഴപ്പമില്ല. ഓക്കെ, 4x into 2x. 4x-നെ നമ്മൾ a ആയിട്ട് എടുക്കാം, ഇതിനെ നമ്മൾ b ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് a ആയിട്ട് എടുക്കാം, ഇതിനെ നമുക്ക് b ആയിട്ട് എടുക്കാം. ഓക്കെ, വലിയ നമ്പർ ആദ്യം എടുക്കാം. യുവർ ക്വസ്റ്റ്യൻ ഈസ് കറക്റ്റ്. cos of 6x into dx. ടെമ്പററിലി ഇത് അവിടെ അതുപോലെ കിടക്കട്ടെ. അപ്പൊ ഇനി ഇതിനകത്ത് എന്താ ചെയ്യണ്ടേ? 1/2 into ഇന്റഗ്രൽ ഓഫ്, ഇനി ഈ പോർഷൻ സോൾവ് ചെയ്തേ. ഏതാ ഇത്രയുടെ പോർഷൻ? ഈ ഫോർമുല ഉപയോഗിച്ച് സെറ്റ് ചെയ്തേ. cos 4x minus 2x എന്താണ്? cos 4x minus 2x a minus b എന്ന് പറഞ്ഞാൽ 4x minus 2x. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുവാണ്. cos 2x plus cos 6x plus cos 6x plus cos of 6x a plus b എന്ന് പറയുമ്പോഴത്തേക്കും 6x ആവും. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു into cos of 6x whole dx. ഇനി എന്തുവാ ചെയ്യേണ്ടത്? ഈ cos 6x രണ്ടിന്റെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരുമായിരിക്കും. അറിയത്തില്ല അല്ലേ? എങ്ങനെ? അത് തന്നെയല്ലേ? ആദ്യം നമ്മൾ 1/2 അതുപോലെ അവിടെ കിടക്കുന്നു, പിന്നെ ഇന്റഗ്രൽ അവിടെ കിടക്കുന്നു. cos 6x ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ cos of 6x into cos of 2x plus cos square 6x dx. ഓക്കെ, ഇത് ക്ലിയർ. ഇനി എന്താണ്? ഇനി ഇതിന്റെ കൂടെ ഏതിന്റെ കൂടെ? ഈ ആദ്യത്തെ ഫംഗ്ഷന്റെ കൂടെ എനിക്കൊരു 2 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോർമുല വീണ്ടും അപ്ലൈ ചെയ്യാം. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാം അഡീഷന്റെ ഫോർമുലയിലേക്ക് മാറ്റാം.
പിന്നെ ഈ കോ സ്ക്വയർ വന്നിട്ടുണ്ട്. കോ സ്ക്വയർ വന്നാൽ എന്ത് ഫോർമുല അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഓർമ്മയുണ്ടോ? 1 plus cos x by 2. അല്ല 1 minus cos x, അല്ല 1 plus cos x by 2. കോ സ്ക്വയർ എക്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോ സ്ക്വയർ എക്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല എന്താണ്? കോ സ്ക്വയർ എക്സ് വന്നു കഴിഞ്ഞാൽ 1 plus cos 2x by 2. 1 plus cos 2x divided by 2. ഓക്കെ, ഇത് എടുക്കാം നമുക്ക്. അപ്പൊ ഇത് രണ്ടെണ്ണവും കൂടെ അപ്ലൈ ചെയ്ത് ഇതിനെ ഒന്ന് കുറച്ച് എലാബറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു 2ഉം വേണം. ആദ്യത്തെ ഫംഗ്ഷനകത്ത് ഒരു 2 എക്സ്ട്രാ ഉണ്ടെങ്കിലേ നമുക്ക് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഈ 2 ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടേം കൊടുക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇല്ല സാർ. ഇല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, 2 മൾട്ടിപ്ലൈയും ചെയ്യാം ഡിവൈഡും ചെയ്യാം. അപ്പൊ താഴെ 1/4 ആയി. 1/4 ഇന്റഗ്രൽ ഓഫ് 2 into cos of 6x into cos of 2x plus 2 cos square 6x. ഓക്കെ. ശരിയാണോ? ശരി. ശരിയാ. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഈക്വൽ ടു ഇനി ചെയ്യാം. ഇത് 1/4 അവിടെ അതുപോലെ കിടന്നോട്ടെ. ഇനി ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അല്ല ഇന്റഗ്രേഷൻ ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്യാനായില്ല. ആദ്യം ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഇന്റഗ്രൽ അതുപോലെ അവിടെ കിടക്കട്ടെ. പിന്നെ 2cc എന്താണ്? 2cc c plus c. cos a minus b plus cos a plus b എന്ന് പറഞ്ഞാൽ cos of 4x 6x 4x plus 8 cos x 8x cos 8x അല്ലേ? പ്ലസ് 8x. കാരണം 2cc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos of a minus b plus cos of a plus b ആണ്. അപ്പൊ അങ്ങനെ ഇതിനെ ഞാൻ ഇങ്ങനെ മാറ്റിയെടുത്തു, രണ്ടെണ്ണം ആക്കി മാറ്റി. ഇതിനെ മാറ്റി ഇതിലേക്ക് മാറ്റി. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ടേമിനെ ഞാൻ ഇങ്ങനെ രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനിയും ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. പ്ലസ് എത്രയാണ്? പ്ലസ് 2. ഇതിനകത്ത് എന്ത് വരും? ഈ 2 ഇങ്ങോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം ആയില്ലേ? എക്സിന്റെ സ്ഥാനത്ത് 6x ഉണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. 2 cos square 6x will be equal to 1 minus cos 12x. It becomes 1 minus cos 12x dx. Clear? Sir, അത് മനസ്സിലായില്ല. This thing becomes this. ഈ ഫോർമുല 1 plus cos 2x. ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 cos square x എന്നുള്ള രീതിയിലായില്ലേ? സർ പ്ലസ് അല്ലേ? 1 plus cos. പ്ലസ് ആണ്, സോറി, അത് മിസ്റ്റേക്ക് പറ്റിയത്. അത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, അറിയാതെ മൈനസ് എഴുതി പോയത്. ഓക്കെ, 1 plus cos 12x dx ആണ്. ഓക്കെ, ഫൈൻ. ഇനിയും പിന്നെന്താണ്? ഇനി നമുക്ക് നോർമലി അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഇനി ഞാൻ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നില്ല, ഞാൻ ഡയറക്റ്റ് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി cos 4x ന്റെ ഇന്റഗ്രൽ എന്താണ്? cos 4x ന്റെ ഇന്റഗ്രൽ sin 4x by 4. cos ന്റെ ഇന്റഗ്രൽ എന്താണ്? sin 4x by 4. ഇന്റഗ്രൽ ഓഫ്, ഞാൻ ഇവിടെ ഫോർമുല എഴുതിയേക്കട്ടെ. sin ഇന്റഗ്രൽ ഓഫ് cos x dx എന്താണ്? sin x dx ആണോ? സോറി, sin x plus c ആണോ? sin x plus c. കാരണം ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ കോസ് ആയതുകൊണ്ട് ഇന്റഗ്രൽ ഓഫ് കോസ് സൈൻ ആണ്. ഓക്കെ, അത് മറക്കരുത്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് sin 4x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x പ്ലസ് ഇവിടെയും വരുന്നത് sin of 8x divided by coefficient of x, that is 8. Okay, plus ഇത് 1 ആണ്, ഇത് 1 ആണ്. അപ്പൊ 1ന്റെ ഇന്റഗ്രൽ എന്താണ്? x dx, സോറി x plus c പ്ലസ് കോസിന്റെ എന്താണ്? വീണ്ടും sin of 12x divided by 12. Okay, plus c.
ഇനി ആ 4 എല്ലാത്തിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ 4 എല്ലാത്തിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുന്നത്? ഫൈനൽ ആൻസർ വിൽ ബി sin 4x divided by 16 plus sin of 8x divided by 8 4s are 32 plus x by 4 plus sin of 12x divided by, what is 12 into 4? 48. 48 plus c. ഇതായിരിക്കും ആൻസർ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർക്കെങ്കിലും എഴുതിയോ നോട്ട് ചെയ്യോ എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോട്ടെ. ഞാൻ പതുക്കെയാണ് എടുക്കുന്നത്. എല്ലാ ഫോർമുലാസും ആദ്യത്തെ 2 സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ഫോർമുലാസും നമ്മൾ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഇതും ഇതും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഒന്നും വിടാൻ പറ്റത്തില്ല, എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? I will be equal to integral of sin raised to, ഇവിടെ കണ്ടോ sin ക്യൂബിന്റെ ഫോർമുല വന്നു തുടങ്ങി. sin cube of 2x plus 1 into dx. sin cube x ന്റെ ഫോർമുല എന്തായിരുന്നു? കുറച്ച് മുമ്പേ പറഞ്ഞു. sin 3x minus 4 sin x by 4. ഒന്നുകൂടെ വായിച്ചേ. അല്ല, 3 sin x minus 4 sin 3x തെറ്റിപ്പോയി. divided by 4. Okay, sin cube x will be equal to 3 sin x minus sin 3x divided by 4. Okay, ഇതാണ് ഫോർമുല. അപ്പൊ ഇതെടുത്ത് ഇവിടെ എഴുതുക. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 2x plus 1 എന്നാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മൾ അത്രയും മാറ്റിയാൽ മതി. സൈൻ ക്യൂബ് ഓഫ് സംതിങ്. അപ്പൊ സൈൻ ക്യൂബ് ഓഫ് സംതിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റഗ്രൽ ഓഫ്, ഇവിടെ എന്താ വരുന്നത്? ഇന്റഗ്രൽ ഓഫ് 3 1/4 into 1/4 എനിക്ക് പുറത്തോട്ടങ്ങ് എടുക്കാം. Okay, equal to 1/4 into integral of എന്താണ്? 3 sin 2x plus 1 sin of 2x plus 1 minus sin 3 into sin of 3 into ആണ് അല്ലേ? 3 into 2x plus 1 ആണ്. ഓക്കെ, dx whole dx. ഇത് whole dx. 1/4 കോൺസ്റ്റന്റ് ആണ്, ടോട്ടലി എല്ലാത്തിന്റെയും പുറത്താണ് കിടക്കുന്നത്. അത് നമുക്ക് പ്രശ്നം. ഇനി നമുക്ക് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്ത് വിടാം. 1/4 പിന്നെ ഇതിങ്ങനെ കിടക്കട്ടെ, കാരണം 1/4 എല്ലാത്തിന്റെയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ 3 അതുപോലെ ഉണ്ട്. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് sin 2x plus 1? ഇന്റഗ്രൽ ഓഫ് sin 2x നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. minus cos of sin x dx minus cos x plus c. എന്തോ? minus cos x plus c. ഇത് പഠിച്ചെന്ന് തോന്നുന്നു ഇപ്പൊ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന്. 9 പേരുണ്ട്. 3 into sin of ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് വരും. പിന്നെ ഇവിടെ വരുമ്പോ കോസ് ഓഫ് 2x plus മൈനസിന് നമുക്ക് വെളിയിലേക്ക് എടുക്കാൻ പറ്റില്ലേ? മൈനസ് 1/4 ആക്കാൻ പറ്റത്തില്ലേ? അല്ല, അപ്പൊ അത് ഈ സെക്കൻഡ് ഫംഗ്ഷൻ ഇതിനോടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. നോക്കാം നമുക്ക്. ഇപ്പൊ തൽക്കാലം ഇതിന്റെ കൂടെ അല്ലേ ഉള്ളത്, അപ്പൊ അതിന്റെ കൂടെ അങ്ങ് എടുക്കാം. ഓക്കെ, പിന്നെ വേണ്ടി വന്ന എടുക്കാം. ഇനി ഇതിനകത്ത് കോസ് ഓഫ് 2x plus 1 മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഡിവൈഡഡ് ബൈ 2 കൂടെ ബാക്കിയാണ്. ഓക്കെ, ഇനി ഇത് മൈനസ് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ സൈനിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എക്സ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വിട്ടുപോയി. അത് നമുക്ക് 6x plus 3 ആയിരുന്നു. ഓക്കെ, അത് അപ്പൊ ഞാൻ എടുക്കുന്നത് അതിനെ സൈൻ ഓഫ് 6x plus 3യുടെ ഇന്റഗ്രൽ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ സൈനിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ആണ്. അപ്പൊ ഇവിടെ പ്ലസ് ആയി. പ്ലസ് കോസ് ഓഫ് എന്താണ്? 6x plus 3 divided by 6 plus c. ഓക്കെ, ഇനി എന്തോ ചെയ്യണ്ടേ? ഇനി ഈ 1/4 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് -3/8
into 8 cos of cos 2x plus 1 2x plus 1 plus plus 1 by 1 by 24 cos cos of 6x 6x plus plus 3. 3 plus c. ഇത്രയേ ഉള്ളൂ. This your problem is done here. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 5 ആയിരുന്നു അല്ലെ. 5-നകത്ത് i will be equal to i is equal to integral of എന്താണ്? sin 3 raised to sin raised to 3x അല്ലെങ്കിൽ sin cube x into cos raised to 3x. ഇതിനെ എങ്ങനെ ചെയ്യും? ഇത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ആദ്യം. ഓക്കെ, പവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെയാണെന്ന് നമ്മൾ കുറെ ഐഡന്റിറ്റീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സെറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. sin x plus ഞാൻ ഇപ്പൊ ചെയ്യുന്ന എന്താണ്? sin x plus cos x all raised to 3. അയ്യോ, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കണേ. സൈൻ റേസ് ടു 3x അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഈ കോസ് റേസ് ടു 3x ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ആയിട്ട് മാറ്റും, ഇൻറ്റു കോസ് എക്സ് ആയിട്ട് മാറ്റും. ഓക്കെ, ഹോൾ ഡി എക്സ് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഈ കോസ് സ്ക്വയറിനെ ഞാൻ 1 മൈനസ് സൈൻ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതും. ഓക്കെ, സൈൻ റേസ് ടു 3x ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ x into cos x dx. ഓക്കെ, ഇനി ഞാൻ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് സൈൻ ക്യൂബ് എക്സും കോസ് എക്സും കൂടെ 1-നോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? sin cube x ഇൻറ്റു കോസ് എക്സ് കിട്ടിയോ? cos x അതിന്റെ കൂടെ ഒരു dx കൊടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് മൈനസ് ഉണ്ട്, പിന്നെ ഇന്റഗ്രൽ എല്ലാം സ്പ്ലിറ്റ് ചെയ്യുവാണ്. സൈൻ ക്യൂബും സൈൻ സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിനെ sin raised to 5x sin raised to 5x into cos x sin raised to 5x into cos x dx ആണോ? ശരി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് രണ്ടിന്റെയും സെയിം ടൈപ്പ് ആണ്, സെയിം മെത്തേഡ് ആണ്. അപ്പൊ can I take say as let me take cos x sin x equal to t. Let sin x equal to t. ഓക്കെ, അങ്ങനെ ആവുമ്പോ എന്ത് വരും? അങ്ങനെ ആവുമ്പോ എനിക്ക് കിട്ടുന്നത് cos of x dx will be equal to dt അല്ലേ? ശരിയാണോ? അതെ, രണ്ടിലും അതേ അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ എനിക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാം. sin x is equal to t. അപ്പൊ അതാവുമ്പോ t raised to 3, പിന്നെ cos x dx എന്ന് പറയുന്നത് dt. അത് ശരിയായി. മൈനസ് ഇന്റഗ്രൽ ഓഫ് sin x എന്ന് പറയുന്നത് t raised to 5 t. അപ്പൊ raised to 5 ആവും. അപ്പൊ t raised to 5 f അല്ല കേട്ടോ, t ആണ് അത്. t raised to 5 into dt. പ്രോബ്ലം സിമ്പിൾ ആയോ? ഓക്കെ, ഒന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതുപോലത്തെ കുറെ പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് കുറെ എക്സ്പീരിയൻസ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ സാർ നമുക്ക് മറ്റേ സൈൻ ക്യൂബ് എക്സ് കോസ് ഫോർമുല ഇട്ടിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ചെയ്യാൻ പറ്റും. ഒത്തിരി ലെങ്തി ആയി 1 plus cos 2x. ഓക്കെ, ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. കാരണം അത് സ്ക്വയറിന്റെ അല്ലല്ലോ, ഇത് ക്യൂബിന്റെ ആണ്. ആ ഫോർമുല ഏതാണെന്ന് ഞാൻ നോക്കിയോ? ഈ ഫോർത്ത് ഫോർമുല അല്ലെങ്കിൽ തേർഡ് ഫോർമുല, ഫോർത്ത് ഫോർമുല ഒക്കെ ആയിരിക്കും. അത് നല്ല കോംപ്ലിക്കേറ്റഡ് ഫോർമുലാസ് ആണ്. ഓക്കെ, നമ്മൾ അതിനെ ഉപയോഗിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പോവാ. അപ്പൊ ഇതിന്റെ എന്തായിരിക്കും? t raised to 4 അല്ലേ? 3 raised to 4 t raised to 4 by 4 t raised to 4 by 4 minus t raised to 6 by 6 plus c. ഈ t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? sin x. sin raised to 4x divided by 4 minus sin raised to 6x divided by 4 plus 6 അല്ലേ? 6 ആ ഫ്ലോയിൽ അങ്ങ് പോയതാ. by 6 plus c. ഫൈൻ. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എഴുതിയ ഉടനെ അവിടെ കാണാനും പറ്റുന്നുണ്ട്.
താങ്ക് യു. അപ്പൊ റെസ്പോൺസ് വരുന്നതിന് താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 6. സിക്സ്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വായിച്ച്. sin x, sin 2x, sin ഓ 3x. ഇത് ശാലം വലുതാ. ഈക്വൽ ടു I will be equal to sin x sin 2x, sin 3x. into sin 2x into sin sin 3x. of 3x dx അല്ലേ? ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? SS-ന്റെ ഫോർമുലയാണ്. 2SS എന്താണ്? 2 sin x അല്ലെങ്കിൽ 2 sin a sin b. 2 sin a sin b എന്താണ് ഫോർമുല? ഫോർമുല ഇതാണ് കണ്ടോ. 2 sin a plus b ഫോർമുല. cos മൈനസ് cos ആണ്. a മൈനസ് b ആദ്യം. ഓക്കെ അപ്പൊ എന്താ വരും? cos of a minus b minus cos of a plus b. പ്ലസ് അല്ലേ? അല്ലല്ല മൈനസ്. ഞാനിപ്പോ നോക്കി കാണിച്ചു തന്നല്ലോ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ആദ്യം ഇതിനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അപ്പൊ എന്താ വരുന്നത്? 1/2 into integral of 2 into sin 2x into sin x into sin 3x dx. ഓക്കെ ഇനിയാണ് നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്യാൻ പോകുന്നത്. ഇന്റഗ്രൽ ഓഫ് ഇതെന്താണ്? 2SS cos of 2x minus x. ഓക്കെ ആദ്യം 2x minus x അത് ഇവിടെ എഴുതുക. അപ്പൊ എന്താ കിട്ടുന്നത്? cos x പിന്നെ minus cos 3x cos of 2x plus x അപ്പൊ cos 3x വരും. ഇത് ഫുള്ള് ഒരൊറ്റ ഐറ്റത്തിൽ നിന്നാണ് വന്നത് അല്ലെ? ഈ ഒരു ഐറ്റത്തിൽ നിന്ന് ഇത് വന്നു. അതുകൊണ്ട് അതൊരു ബ്രാക്കറ്റിൽ വരും. ശ്രദ്ധിക്കണം കേട്ടോ, ബ്രാക്കറ്റ് ഇടാതെ പോകരുത്. അപ്പൊ sin 3x അവിടെ വരുന്നു. ഇനി dx അവിടെ കിടപ്പുണ്ട്. Is that okay? ഓക്കെ. പിന്നെ ഇനി എന്താ വേണ്ടേ? ഇനി sin 3x മാറ്റാൻ പറ്റുമോ? അങ്ങോട്ട് മാറ്റാൻ അതിന് വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല ഇൻറ്റു ചെയ്യുമ്പോ സ്ക്വയർ കിട്ടത്തില്ലല്ലോ. അല്ല ഒരു സ്ക്വയർ കിട്ടിയാലേ ഫോർമുല സ്ക്വയറിലേക്ക് ആക്കണ്ടല്ലോ. ഇന്റഗ്രേഷനകത്ത് നമുക്ക് എല്ലാത്തിന്റെ വേറെ വേറെ ആൻസേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനൊന്നും ഇല്ല. ഓക്കെ പിന്നെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിട്ട് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. 3യും x-ഉം കൂടെ എടുക്കാം ആദ്യം. വേണമെങ്കിൽ 3യും x-ഉം കൂടെ എടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ ശരിയാക്കാം. പക്ഷെ എന്നാലും സ്ക്വയർ വരത്തില്ല, കാരണം സൈൻ ആണ് അവിടെ കിടക്കുന്നത്. ഓക്കെ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കെന്നാ വേറെ രീതിയിൽ നോക്കാം. അടുത്ത പ്രൊസീഡ് ചെയ്യാം. പിന്നെന്താ വരുന്നത്? ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 മൊത്തത്തിൽ അവിടെ അതുപോലെ അങ്ങ് കിടക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇന്റഗ്രൽ പിന്നെന്താ വരുന്നത്? cos x into sin 3x cos x into sin 3x. അത് നമുക്ക് തിരിച്ചങ്ങ് എഴുതിയാലോ. sin 3x into cos x എന്ന് എഴുതാം. പിന്നെ മൈനസ് cos 3x into sin 3x into cos 3x എന്ന് എഴുതാം. into dx എന്ന് എഴുതാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇവിടെ ഒന്നും കൂടെ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? 2 മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യും. ഓക്കെ അതുകൊണ്ട് കളർ മാറ്റി തന്നെ എഴുതിയത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. അപ്പൊ ഈ പുറത്തെ ഒരു 1/4 ആയി. ഓക്കെ പുറത്തെ 1/4 ആയി, ഇന്റഗ്രൽ ആയി. പിന്നെ കിടക്കുന്ന എന്താണ്? 2 sin a cos b 2 sin 3x cos x minus ഈ 2 sin a sin b അല്ല 2 sin x cos x എന്താണ് ഫോർമുല? സർ ആദ്യത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലേ? 2 sin theta cos theta എന്താണ് ഫോർമുല? sin 2 theta
അപ്പൊ this sin a becomes plus b. sin of 6x. sin a plus b. മനസ്സിലായോ? ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം, ഇവിടെ ഒരു dx കൊടുക്കാം, ഇവിടെ ഒരു ഇന്റഗ്രൽ കൊടുക്കാം, ഇവിടെ ഒരു dx കൊടുക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോണേ. ഇതിനെയും ചെയ്യാൻ പറ്റത്തില്ലേ? ഇതിനെയും ചെയ്യാൻ പറ്റത്തില്ലേ? 2 sin 3x cos x മറ്റേ 2 sin a cos b വഴി? അല്ല, അതിനെ മറ്റേ മെത്തേഡ് വെച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. എന്തുവാ ഇതിനെ? കാരണം എയും ബിയും വേറെയാണ്. ഇവിടത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ആയിരുന്നു. ഈ 3x സെയിം വാല്യൂസ് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ തീറ്റ ഫോർമുല എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. ഓക്കെ, ഇവിടെ എനിക്ക് a പ്ലസ് ബി എന്നുള്ള വരും. 2 sin a cos b എന്നുള്ള ഫോർമുല വരും. 2 sin a cos b ഇതാണ് ഫോർമുല. 2 sin a cos b sin a plus b plus sin a minus b. Okay. sin 4x 1/4 into integral of എന്താണ്? 2 sin 4x sin of ആദ്യം രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 4x ആയി. പിന്നെ പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് 2sc. അപ്പൊ പ്ലസ്. പിന്നെ sin of a minus b 3 minus 1 is 2x. Okay, dx. പിന്നെ മൈനസ് വേണം sin 6x. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് കുറച്ചും കൂടെ ഒന്ന് ആദ്യം ഇതങ്ങ് മാറ്റാം. ഇപ്പൊ ഇവിടെ വെക്കുന്നില്ല, പിന്നെ വെക്കാം നമുക്ക്. ഓക്കെ, ആ പ്രോബ്ലം ഒന്ന് സോൾവ് ആവുമല്ലോ, നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. ഇനിയിപ്പോ നമുക്ക് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ഒക്കെ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാം. അപ്പൊ ഇനി ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കും. ഓരോന്നിനും ഇനി ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഇതിനും നമുക്ക് കൊടുക്കാമല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/4 അവിടെ അതുപോലെ കിടക്കുന്നു. പിന്നെ അവിടെ കിടക്കട്ടെ sin 4xന്റെ ഇന്റഗ്രൽ ഇല്ലേ? sin 4xന്റെ ഇന്റഗ്രൽ ചെയ്യണം, sin 6xന്റെ ഇന്റഗ്രൽ ചെയ്യണം. What is integral of sin 4x? minus cos 4x by 4. നമുക്ക് ആ ഫോർമുല അവിടെ ഒന്നുകൂടെ എഴുതാം, ഇല്ലെങ്കിൽ വെറുതെ മറന്നു പോകണ്ട. ഇന്റഗ്രൽ ഓഫ് sin തീറ്റ എന്താ? ഇന്റഗ്രൽ ഓഫ് sin x dx is equal to minus of cos x plus c. സി എല്ലാ പ്രാവശ്യവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഫോർമുല അവിടെ എഴുതി പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നമുക്കതൊന്ന് റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. യൂസ് ഇറ്റ് so that you don't forget it. Okay, അത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈസിയാണ്, വലിയ ഡിഫിക്കൽറ്റി ഒന്നും ഇല്ല. 5-6 ഫോർമുലാസേ ഉള്ളൂ, പിന്നെ അതങ്ങ് ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പ്രോബ്ലം എല്ലാം തരും. അപ്പൊ ഇതെന്താണ്? sin 4x മൈനസ് cos 4x by 4 minus cos 4x divided by 4. ഇവിടെ മൈനസ് cos 2x divided by 2. പിന്നെ ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് cos 6x divided by 6 പ്ലസ് c. ഇനി ഈ 4 വേണമെങ്കിൽ എല്ലാത്തിനോടും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, 6 4s are 1/24 cos 6x 16 അല്ലേ? ഞാൻ ഇതിനെ ആദ്യം എഴുതി റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, പോസിറ്റീവ് വാല്യൂ ആദ്യം എഴുതാൻ വേണ്ടിയാ, തിരിച്ചെഴുതിയതാ. ഓക്കെ, ഇനി 4 2s are 8 minus 1/8 into cos 2x minus 1/16 into cos 4x plus c. ഓക്കെ, ഞാൻ ഇതിനകത്ത് എന്തുവാ ചെയ്തതെന്ന് ഞാൻ മാർക്ക് ചെയ്തു തരാം. ഇത് ഞാൻ ഇവിടെ എഴുതി, ഇത് ഞാൻ ഇവിടെ എഴുതി, ഇത് ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, അത്രേ ഉള്ളൂ ചെയ്തത്. കാരണം ആ ഓർഡറും കൂടെ അങ്ങ് റീഅറേഞ്ചും കൂടെ ചെയ്തങ്ങ് എഴുതി, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ ഒന്ന് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി എടുക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? sin 4x into sin 8x. ഏഴാമത്തെ എന്താണ്? sin 4x into sin 8x. sin 8x നെ ഫ്രണ്ടിൽ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ത് ചെയ്യും?
I is equal to integral of sine of 4x into sine of 8x. 4x into sine of 8x 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 dx. dx. അപ്പൊ അതിനെ ഒന്ന് വൃത്തിയായിട്ട് എഴുതുമ്പോഴത്തേക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, എല്ലാം ചെയ്യണം അല്ലേ? 1/2 അപ്പൊ ഈക്വൽ ടു 1/2 into integral of 2 sin sin 8x 8x into sin 4x into sine of 4x 4x dx. Okay. dx. ഇനി എന്താണ് 2ss c minus c 1/2 പിന്നെ integral of 1/2 cos of 8x minus 4x പിന്നെ മൈനസ് minus cos ആദ്യം 12x. മൈനസ് ചെയ്യാ. 8 minus 4 അത് 4x ആണ്. പിന്നെ 8 plus 4 എത്രയാണ്? 12x. അപ്പൊ 12x ഇവിടെ വരും. പിന്നെ dx വരും. dx. ഇനി അങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/2 എന്താണ്? പിന്നെ ബ്രാക്കറ്റ് ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരെണ്ണത്തിനകത്ത് മാത്രമായി പോകും, രണ്ടിലും കൂടെ വേണമല്ലോ. അപ്പൊ ഇനി ഇന്റഗ്രൽ ഓഫ് cos 4x എന്താണ്? നമുക്ക് ഫോർമുല എഴുതാം. ഇന്റഗ്രൽ ഓഫ് cos x എന്താണ്? sin x. dx പറയാൻ മറന്നുപോയി. dx equal to sin x plus c. ഈ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ തൽക്കാലം ഇവിടെ ഉപയോഗിച്ച ഫോർമുല എന്താണ്? 2 sin theta 2 sin a sin b. അതാണ് ഇവിടെ ഉപയോഗിച്ചത്. എന്താണ്? cos a minus b minus b minus cos a plus b. ഈ ഫോർമുല ഇവിടെ ഉപയോഗിച്ചു. അപ്പൊ എനിക്ക് ഈ സ്റ്റെപ്പ് കിട്ടി. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഈ ഫോർമുല ഉപയോഗിച്ചു. പിന്നെ ഇനിയും ഇന്റഗ്രേഷൻ ഫോർമുല ആണ്, ഈ ഫോർമുല ഉപയോഗിക്കും. ഓക്കെ, അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് സൈൻ ഓഫ് കളർ സൈൻ ഓഫ് എന്താണ്? 4x by 4 minus sin 12x sin 12x divided by 12. ഇനി എന്താ വേണ്ടേ? 1/2 1/2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ വരുന്നത് 1/8 4x divided by 8 4x divided by 8 minus sin 12x by 24 plus c. എത്രയേ ഉള്ളൂ? വലിയ സാർ അതിന്റെ എൽസിയം കാണാമല്ലോ. അല്ല, അതിന് ഈക്വൽ ഇതൊക്കെ മതി, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാ വേണ്ടത്. ഓക്കെ, ഇനി എൽസിയം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആയപ്പോ നമ്മുടെ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒത്തിരി പ്രൊഡക്റ്റ് ആയിട്ടൊന്നും അല്ലാത്ത രീതിയിൽ എല്ലാത്തിനോടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അത് ടെക്സ്റ്റ് ബുക്കിന്റെ പല എക്സാമ്പിൾസിനകത്ത് അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് CBSE കസ്റ്റമർ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് മാറി, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. cos x by 1 plus cos x. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, I എന്താണ്? I ഇന്റഗ്രൽ ഓഫ് 1 minus cos x by 1 plus cos x. ഈ ഫോർമുല വല്ലവർക്കും കണ്ടിട്ട് വല്ല ഐഡിയ ഉണ്ടോ? 1 minus cos theta എന്താണ്? മറ്റേ sin x 2 sin square angle half sin x by 2 അല്ല sin x എന്തുവാ? 1 minus c by 1 plus c equal to tan square theta by 2. നമുക്ക് 1 minus cos x എന്താണ്? 1 minus cos x എന്താണ്? 2 sin square x by 2. ഓക്കെ, പിന്നെ 1 plus cos x എന്താണ്? 2 cos square x by 2. ഓക്കെ, ഇനി 1 minus cos x divide by 1 plus cos x എന്താണ്? ഇത് രണ്ടിന്റെ കൂടെ ഡിവിഷൻ. അപ്പൊ ഇത് രണ്ടും കട്ടാവും. നമുക്ക് കിട്ടുന്നത് tan square x by 2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, tan square x by 2 എന്ന് കിട്ടും. ഓക്കെ, ഈ tan square x by 2 എനിക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും sec square x by 2 minus 1 എന്ന്.
ഓക്കെ. അപ്പൊ ഈ സംഭവം, ഈ ഇന്റഗ്രേഷനകത്ത് കിടക്കുന്ന സംഭവം sec square x/2 - 1 എന്നായി ഇൻറ്റു dx. ഓക്കെ, അപ്പൊ അതെന്തുമായി സംഭവം? ഇന്റഗ്രൽ കൊടുത്താ പോരെ. ഇന്റഗ്രൽ ഓഫ് sec square എന്താണ്? വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് tan x? ഡെറിവേറ്റീവ് ഓഫ് tan x c square x. അപ്പൊ what is integral of sec square? അപ്പൊ tan x/2. tan x. ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി ഇന്റഗ്രൽ ഓഫ് sec square x/2 മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 dx. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇന്റഗ്രൽ ഓഫ് sec square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan x/2 ഓഫ് x/2 ഡിവൈഡഡ് ബൈ 1/2. കാരണം കോഎഫിഷ്യന്റ് ഓഫ് x ഇവിടെ 1/2 ആണ്. മൈനസ് എക്സ് പ്ലസ് സി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നാം 2 into tan x/2 x plus c മൈനസ് പ്ലസ് ആൻസർ ചെക്ക് ചെയ്തോണ്ട് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണം. എനിക്ക് ചിലപ്പോഴൊക്കെ മിസ്റ്റേക്ക് പറ്റാം. ശ്രദ്ധിക്കാതിരിക്കോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ശ്രദ്ധ പോയാൽ ഇതാണ് പ്രശ്നം, മിസ്റ്റേക്ക് വരാൻ പറ്റും. ഇത് കുഴപ്പമില്ല, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. എന്താണ് എന്തോ പറഞ്ഞു? ഇന്റഗ്രൽ ഓഫ് cos x by cos of x 1 plus cos x. Okay, 1 plus cos x. കണ്ടിട്ട് വേറെ വല്ല പോലിരിക്കും. cos of x plus into dx. ഇനി ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇതിനകത്ത് ചെയ്യുന്നത് നമുക്ക് 1 plus cos x നെ 1 plus cos x നെ 2 cos square x by 2 1 plus ഈ എപ്പോഴും ഇന്റഗ്രേഷൻ ഒക്കെ എഴുതി ഇന്റഗ്രലും dx വെറുതെ എഴുതി തള്ളുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം അകത്തെ ഭാഗത്തിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്യാം, എന്നിട്ട് പിന്നെ ലാസ്റ്റിൽ കൊണ്ടുപോയി ഇന്റഗ്രേഷൻ ഇടാം. ഓക്കെ, 1 plus cos x നെ 2 cos square x by 2 എന്ന് എഴുതാൻ പറ്റുമോ? 1 plus cos square x നെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. പക്ഷെ അതിന് മുമ്പേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈക്വൽ ടു ശ്രദ്ധിച്ചു നോക്കണേ. 1 plus cos x -1 എന്ന് എഴുതാൻ പറ്റുമോ? ഈ ന്യൂമറേറ്ററിനെ എഴുതാൻ പറ്റുമോ? cos x നെ 1 plus cos x -1 എന്ന് എഴുതാൻ പറ്റുമോ? +1 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 1 plus എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയും ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതിയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. Okay, this becomes 1 plus cos x. Here it becomes 1 plus cos x. Is that okay? Okay. അപ്പൊ ഇനി ഇതിനകത്ത് പറഞ്ഞാൽ ഇത് becomes 1 and this becomes 1 minus 1 plus cos x. Okay. Okay. അപ്പൊ 1 plus cos x എന്നുള്ളത് നമ്മുടെ ഇനി ഇപ്പൊ നമുക്ക് കൺവേർട്ട് ചെയ്യാം. 2 cos square angle half ആയിട്ട് മാറും. 2 cos square x by 2. cos x നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ എഴുതുന്നത്? ക്ലിയർ ആയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഞാൻ അറിയണം. എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര ചെറുതായി പോയി കഴിഞ്ഞാലേ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം. 1 minus 1 by 2 sec square x by 2. sec square ആവല്ലോ. അത് sec square ആണ്. sec square വന്നാൽ എന്താ ചെയ്യണ്ടേ? ടാനിലേക്ക് ആക്കാം. നമുക്കറിയാം. ഓക്കെ, 1 minus 2 into sec square x by 2 ആയി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി എല്ലായിടത്തും ഇന്റഗ്രേഷൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ റഫ് വർക്ക് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ സൈഡ് വർക്ക് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി ഇന്റഗ്രൽ ഓഫ് സോറി എന്താണ് 1 minus 2 sec square x by 2 into dx. വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്റഗ്രൽ ഓഫ് 1 dx minus 2 into sec square x by 2 into dx. Okay. So that is equal to x minus 2 into tan x by 2 by 1 by 2 into 2 4. അല്ല വേണ്ട, നമുക്കത് by 1 by 2 എന്ന് തന്നെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഓക്കെ, അപ്പൊ this becomes equal to x
minus minus 4 tan x 4 tan x by by 2 2 plus plus c. ഇത്രേ ഉള്ളൂ. എല്ലാരും ഒരു മിനിറ്റ്, ഞാൻ പാർട്ടിസിപ്പൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കട്ടെ കേട്ടോ. അനുപമ ഹാസ് കം, പിന്നെ ആശീർവാദ് ഉണ്ട്, പിന്നെ ആസിഫ് വന്നിട്ട് പോയോ? അലൻ ഉണ്ട്, ഭാവന ഉണ്ട്, എവിൻ, ഫർസാൻ, അഫ്ഷാൻ വന്നില്ലല്ലേ? ആശീർവാദ്, അഫ്ഷാൻ എന്ത് ചെയ്യേ? ഹലോ ആശീർവാദ്, ആശീർവാദ് ഉറങ്ങുക. ഞാൻ പറഞ്ഞിട്ട് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല. ആശീർവാദ് ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ കാണട്ടെ. ഹലോ ആശീർവാദ് വീഡിയോ ഓൺ ചെയ്തേ. ഒരു മിനിറ്റ്, ഞാൻ ആശീർവാദിന് ഫോൺ വിളിക്കാം. കട്ട് ചെയ്തു. ഇത് പറ്റി. ആ ആശീർവാദ് എന്ത് ചെയ്യേ? ആശീർവാദ് വീഡിയോ ഓൺ ചെയ്യും. ജസ്റ്റ് ഫേസ് കാണിച്ചാൽ മതി. കൊള്ളാം. നാളെ നമുക്ക് കാണാം. ശരി, അടുത്തത് നോക്കാം. അടുത്ത പ്രോബ്ലം. അടുത്ത പ്രോബ്ലം എന്താ? ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞായിരുന്നു അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 9 കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ഓക്കെ, ഓരോ പ്രോബ്ലം ശാലം ഡിഫിക്കൽട്ട് ആണ്. ഓരോ പ്രോബ്ലത്തിനകത്തും നമ്മൾ ഐഡന്റിറ്റീസും എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോവുമായിരിക്കും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണത്? ഇന്റഗ്രൽ ഓഫ് I is equal to integral of sin raised to 4x. ഇതിനെ എന്തോ ചെയ്യും? ഞാനൊരു കാര്യം ചെയ്യാം. ആദ്യം ഈ സൈൻ റേസ് ടു 4നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റിൽ കൊണ്ടുപോയി ഇന്റഗ്രേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. സൈൻ റേസ് ടു 4x എന്നുള്ളത് ഇവിടെ എഴുതി അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സൈൻ റേസ് ടു 4നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ സ്ക്വയർ എക്സ്. കാരണം എനിക്ക് സൈൻ റേസ് ടു 4ന്റെ ഫോർമുല ഫോർമുല അറിയത്തുള്ളൂ. അതിന്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം. ശരിയല്ലേ? ഈ സൈൻ സ്ക്വയറിന്റെ കുറച്ചു മുമ്പ് ഒരു ഫോർമുല പറഞ്ഞായിരുന്നു. അതെന്തായിരുന്നു? 1 minus cos 2x by 2. അപ്പൊ അതിന്റെ ഹോൾ സ്ക്വയർ ആയി. ഇനി നമുക്ക് സ്ക്വയർ രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ മുകളിലത്തെ എക്സ്പാൻഡ് ചെയ്യാം. a minus b ഹോൾ സ്ക്വയർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. താഴെ 1/4 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് 1/4 ആണ്. പിന്നെ 1 സ്ക്വയർ 1 ആണ്. minus 2 cos 2x പ്ലസ് എന്താ? cos സ്ക്വയർ 2x. ശരിയാണോ? സാർ മനസ്സിലായില്ല. a minus b ഹോൾ സ്ക്വയർ. ഓക്കെ, a minus b ഹോൾ സ്ക്വയർ. a സ്ക്വയർ minus b ഹോൾ സ്ക്വയർ. a സ്ക്വയർ minus 2ab plus b സ്ക്വയർ. plus b സ്ക്വയർ. ഓക്കെ. അപ്പൊ ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. ഇനി ഈ കോസ് സ്ക്വയറും കൂടെ ഒന്ന് മാറ്റണമല്ലോ. കോസ് സ്ക്വയർ ഒന്നുകൂടെ മാറ്റണം. അതെങ്ങനെ മാറ്റുന്നത്? cos സ്ക്വയർ 2x 1/4 അവിടെ കിടക്കട്ടെ. പിന്നെ 1 അവിടെ കിടക്കട്ടെ. -2
cos 2x അവിടെ കിടക്കട്ടെ പ്ലസ് cos സ്ക്വയർ എക്സിന്റെ ഫോർമുല എന്താണ്? സൈൻ സ്ക്വയർ എക്സിനെ ചെയ്ത പോലെ തന്നെ cos സ്ക്വയർ എക്സിന്റെ 1 plus cos 2x by 2 1 plus cos 2. അല്ല സാർ നേരത്തെ ചെയ്തായിരുന്നല്ലോ മറ്റേ ഇൻറ്റു അല്ല മേളിലേക്ക് കൊടുത്തിട്ട്. അത് സൈനിന്ന് cos 2x ഡബിൾ ആംഗിളിലേക്ക് വന്നു. അപ്പൊ ഇവിടെ ഒരു വേണ്ട പിന്നെ അതിനുശേഷം ഹോൾ സ്ക്വയർ ചെയ്തപ്പോ ഇവിടെ ഒരു സ്ക്വയർ കയറി വന്നതാണ്. അപ്പൊ ഹോൾ സ്ക്വയർ കയറി വന്നപ്പോ സ്ക്വയറിനെ ഒന്ന് വീണ്ടും റിമൂവ് ചെയ്ത് ഇങ്ങനെ മാറ്റണം. ഓക്കെ, ഇനി ഈ 2 സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് ഇത് എടുത്ത് ഇങ്ങോട്ട് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, എഴുതിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഐ കിട്ടുന്ന എന്താണ്? ഐ കിട്ടുന്നത് ഇങ്ങനെ ഇരിക്കും, ഈക്വൽ ടു ഐ ഈക്വൽ ടു ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നെ എഴുതുവാണ്. ഐ ഈക്വൽ ടു 1/4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ 1/4 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 dx minus 1/2 into integral of 1/8. 2/4 1/2 ആയി. അല്ല ആ 2 അപ്പൊ 2 അല്ലേ വെളിയിലേക്ക് എടുക്കണ്ടേ? അല്ല 1/4. ഓക്കെ, ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് 2 ഇത് 4. ഓക്കെ, 4 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. 1/2 അങ്ങനെ 1/2. ഓക്കെ, അങ്ങനെ ഇത് 1/2 1 ഇത് 2. ഓക്കെ, അത് മനസ്സിലായി. പിന്നെന്താണ് ഈ 1/4 അങ്ങോട്ട് മൾട്ടിപ്ലൈ, അവിടെ ഒരു 1/2 ഉണ്ട്. 1/2 1/4 കൂടെ മൈനസ് 1/8 ഇന്റഗ്രൽ 1 dx. ഓക്കെ, ഈ 4 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 1/8 പിന്നെ ഇത് 1 കൂടെ 1 dx. പിന്നെ വീണ്ടും 1/8 cos 4x ഇന്റഗ്രൽ dx. ഇനി ഇന്റഗ്രേഷൻ എല്ലാവർക്കും അറിയാം. എന്താണ് ഒരു ഡൗട്ട് അല്ല 1/8 ഇന്റഗ്രൽ ഓഫ് 1 dx അതെങ്ങനെ വന്നു? ഞാൻ പറയുന്നിടത്ത് ഫോക്കസ് ചെയ്താൽ മതി. ഇതും ക്ലിയർ ആയോ? അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ കിട്ടും. വേണമെങ്കിൽ 4 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 1/8 ആണ് രണ്ടിനും കൂടെ കൊടുത്തത്. അങ്ങനെയും പറയാം, പല രീതിയിൽ എടുക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ഇനി നെക്സ്റ്റ് ഇവിടെ 1/4 ആണ്. 1/4 x അല്ലെ? 1/4 x അല്ലെങ്കിൽ x/4 എന്ന് എഴുതാം. മൈനസ് 1/2 ഇൻറ്റു cos 2x ന്റെ എന്തുവാ ഫോർമുല? വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് cos x? മൈനസ് sin 2x plus c. ഇന്റഗ്രൽ ഓഫ് cos x എന്താണ്? sin x plus c. sin x plus c. അപ്പൊ ആ ഫോർമുല അവിടെ വരുമ്പോഴത്തേക്കും cos 2x ന്റെ ഇന്റഗ്രൽ becomes sin 2x plus 2x divided by 2 plus 1/8 into x. അപ്പൊ x/8 ആകും പ്ലസ് 1/8 അതുപോലെ അവിടെ കിടക്കും. ഇന്റഗ്രൽ എന്തായിരുന്നു? sin 4x/4 sin 4x divided by 4 plus dx. ഇന്റഗ്രേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യുകയും ലൈക്ക് ടേംസ് ഒക്കെ ആഡ് ചെയ്യുകയും LCM എടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്യണം. അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 2x plus x 3x divided by 8 ആവും. 3x divided by 8 ആയി. പിന്നെ 1/4 sin 2x ആയി plus 1/8 4 32 into sin 4x ആയി plus c. I hope this is the answer. Answer ഒന്ന് ചെക്ക് ചെയ്തോണ്ട് കേട്ടോ. 3/8 x plus 1/4 plus 1/4. ഒരു സെക്കൻഡ്, ഹോൾഡ് ഓൺ. ശരിയാ. ശരിയാണ്. ആൻസർ ശരിയാണ്. 32 sin 4x plus c ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാമോ ഇതുപോലെ തന്നെ?
അത് നിങ്ങൾ ട്രൈ ചെയ്തോളുക. വേണ്ട ഏതൊക്കെ ഫോർമുലയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് നോക്കിയും കണ്ടും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് മാറ്റിയെടുത്തോണം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11 ഹോംവർക്ക് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 ക്വസ്റ്റ്യൻ ഏതാണെന്നറിയാവോ? I will be equal to I is equal to integral of cos raised to 4x ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ഏതാ ഫോർമുല cos to the cos to the വരും അല്ലെ? cos square x whole square. അപ്പൊ cos square x നെ നമ്മൾ എടുക്കുന്ന 1 plus cos 2x divided by 2x അല്ലേ? എടുക്കും. 2x അല്ലേ? അതാ 2x എടുത്തിരിക്കുന്നത്. അല്ല, cos 4 raised to 2x അല്ലേ? cos raised to 4 2x അല്ലേ? അതെന്തോ അതിന്റെ അർത്ഥം എന്തോ? അല്ല, cos raised to 4 x 2x അല്ലേ? വെറും x അല്ലേ? 2x അല്ലേ? ഇവിടെ 2x ഉണ്ടല്ലോ. അല്ല സാർ, ക്വസ്റ്റ്യൻ x അല്ലേ? 2x അല്ലേ വരുന്നത്? ക്വസ്റ്റ്യനകത്തോ? ഞാനത് നോക്കിയില്ല കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 11 അല്ലേ? 2x അല്ലേ? 7.3 പേജ് മറിഞ്ഞു. ഒരു മിനിറ്റ്. എന്നാ 2x. അപ്പൊ 2x ആണെങ്കിൽ അതിനനുസരിച്ച് എടുത്തോണം. ഓക്കെ, 2x ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റി എടുത്തോണം. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 12. ഓക്കെ, 12th ക്വസ്റ്റ്യൻ എന്താണത്? I is equal to integral of sin square x divided by 1 plus cos x. Okay, 1 plus cos x dx. Okay, ഇതിന്റെ എങ്ങനെ ചെയ്യും? sin square x ന്റെ ഫോർമുല എന്താണ്? 1 minus cos square x. അതിനാ ഞാൻ ഇപ്രാവശ്യം ഇതെടുത്തത്. ഇപ്രാവശ്യം ഞാൻ ഈ ഫോർമുല എടുത്തത് എന്താ? 1 plus, കാരണം അത് എളുപ്പമാണെന്ന് തോന്നി. ഒരു ഫാക്ടർ അങ്ങ് കട്ടായി പോകും നമുക്ക്. ഈക്വൽ ടു 1 minus cos x dx ആയി മാറി. എളുപ്പമുണ്ട്. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലാത്തുണ്ടെങ്കിൽ ചോദിക്കുക ഇതിന്റെ അർത്ഥം എന്താണ്. കാരണം 1 minus cos square x divided by 1 plus cos x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it becomes 1 minus cos x into 1 plus cos x divided by 1 plus cos x ആണ്. അപ്പൊ ഓരോ ഫാക്ടർ കട്ടായി കഴിയുമ്പോൾ നമുക്ക് 1 minus cos x മാത്രം ബാക്കി വരും. അതാണ് അവിടെ പെൻഡിങ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇന്റഗ്രൽ ഓഫ് 1 dx ആണ് മൈനസ് ഇന്റഗ്രൽ ഓഫ് cos x dx ആണ്. ഇന്റഗ്രൽ ഓഫ് cos x ന്റെ ഫോർമുല എന്താണ്? അത് നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാ പോരെ. That is equal to x minus cos x sin x plus c. ഇത്രയേ ഉള്ളൂ. ഓക്കെ, there are total 24 questions in this exercise. Okay, I'm stopping my class here. Next class ഞാൻ അടുത്ത ദിവസം എടുക്കാം. Okay, thank you for the class.